പിന്നെ ഈ മൊത്തത്തിൽ പടത്തിൽ നിന്നൊന്നും കളയാനില്ല, എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നും എക്സ്ട്രാ ആയിട്ട് വന്നതായിട്ട് തോന്നിയില്ല, ഒന്നും ഏച്ചിയായിട്ട് നിൽക്കുന്നതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഫൈനലി പറയാനായിട്ടുള്ളത് അതിന് മ്യൂസിക്, അതിൻ്റെ ഈ ടൈറ്റിൽ സോങ് ഉണ്ട്, ഒരു അടിപൊളിയാണത്, ഭയങ്കര രസമാണ് ശരിക്കും ആ ടൈറ്റിൽ സോങ് കേൾക്കാനായിട്ട്. പിന്നെ ഒരു ഫൈനലി ഒരു 3-4 സോങ് ഉണ്ടെന്ന് തോന്നുന്നു, അതിനകത്ത് ഫൈനലി ഉള്ള ഒരു സോങ്, ലാസ്റ്റ് സോങ്, അതും ഭയങ്കര രസമായിട്ടുള്ള സോങ്ങാണ്. കൊള്ളാം, നല്ല ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവി, മസ്റ്റായിട്ട് ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട ഒരു മൂവി. ഒരു ബഹളം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു കുറച്ച് ഇമോഷനായിട്ടും ഫൈനലി ഒരു സന്തോഷമായിട്ട് ഇറങ്ങി വരാൻ പറ്റുന്നൊരു പടം. ശരിക്ക് എന്നെ അട്രാക്റ്റ് ചെയ്തത് ആ ടാഗ് ലൈനുണ്ട്, അതായത് പേരിലെ പുതുമ കഥയിലും, അത് വലിയൊരു ടച്ചിങ് ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്കിതിൽ ഒരു ഇൻട്രസ്റ്റ് വന്നത്, ഇതൊന്ന് കാണണമല്ലോ. പിന്നെ പേരും അമ്മ, അതും ഒരു പ്രത്യേക ഒരു ക്യാച്ചിങ് ആയിട്ടുള്ള പേരാണ്, എന്താണ് ഇതിലെ സംഭവം എന്നുള്ളത്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കാണ് ഒരു ഫാമിലി മൂവി അല്ല, പറഞ്ഞ പോലെ എല്ലാ ക്ലാസ്സുകാർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു മൂവിയാണ്. പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്ന ഒരു ആർക്കാണേലും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അത് അതിൻ്റെ ആ നാച്ചുറാലിറ്റി കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാറുകളെ പറ്റി പറഞ്ഞാൽ എല്ലാവരും വളരെ സീനിയറാണ്. ജാഫർ ഇടുക്കി, അതുപോലെ നമ്മുടെ ദിലീഷ് പോത്തൻ, ഇവരെ പറ്റിയൊന്നും പ്രത്യേകം പറയണ്ട. ആ ഒരു ഇരുത്തം വന്ന നടന്മാരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും നല്ലൊരു മൂവി തന്നെ, എല്ലാവരും കാണേണ്ട സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറയിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. നല്ല സിനിമയാണ്, ഞങ്ങൾ പറയുള്ളൂ. കുറേ നാൾക്ക് ശേഷം മലയാളത്തിൽ ഇങ്ങനെ ഒരു ഇമോഷണൽ നമ്മളെ ഹോണ്ട് ചെയ്യിക്കുന്ന ഒരു സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമ, അതാണ് അമ്മ എന്ന് പറയുന്നത്. കണ്ടാലേ അറിയുള്ളൂ അതിൻ്റെ ഒരു നമുക്ക് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എന്ന് പറയാം, കൂട്ടിയായി നമ്മളെല്ലാവരും അമ്മ എന്ന് തന്നെ പറയാം. അതൊരു അമ്മയുടെ കഥയാണ്. ഒരുപാട് സ്ത്രീകൾക്ക് കണക്ട്, അതുപോലെ തന്നെ എല്ലാ മനുഷ്യരിലും അമ്മ എന്നുള്ളത് ഇങ്ങനെ അമ്മയായിട്ട് കണക്റ്റഡ് ആണ്. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന, എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. താങ്ക് യു. ജാഫ്രിക്കയുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ജാഫ്രിക്ക, ദിലീഷ്, ഗ്രേറ്റ് ആക്ടേഴ്സ് അല്ലേ. ഞാനൊക്കെ അവരെ കുറിച്ച് പറയാൻ എന്താ, ഓൾ ഡിഡ് വെൽ. താങ്ക് യു. ഏത് അമ്മായ? നല്ല മൂവിയാണ്, നല്ല ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്. പിന്നെ ആ മൂലമറ്റം പ്രദേശം, ആ സ്ഥലത്തിൻ്റെ ഭംഗി അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ പ്രത്യേകിച്ചും ഒരു മദർലി ഫീലിംഗ് ആണ് അതിൻ്റെ അകത്ത് കൂടുതലും വരുന്നത്. മക്കളോടുള്ള ഇഷ്ടം കൂടുതലുള്ളവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അതിൻ്റെ അകത്ത് സെൻറ്റിമെൻറ്റ്സും ഉണ്ട്, ഇമോഷൻസ് രണ്ടും ഉണ്ട്. ഇമോഷൻസ് പറയുമ്പം നമ്മളെ കരയിപ്പിക്കുന്നുമുണ്ട്, എന്നാൽ അത് ചിരിപ്പിക്കുന്നുമുണ്ട്. നല്ലൊരു ഹാപ്പി എൻഡിങ് മൂവിയാണ്. നല്ല അടിപൊളി മൂവിയാണ്. നമുക്കൊരു ഫാമിലിയായിട്ട് എന്താ പറയുക, കൊച്ചു കുട്ടികളെ പോലും കൊണ്ടുവന്ന് ധൈര്യമായിട്ട് കാണിക്കാം. കാരണം ഇതിനകത്ത് വേറൊരു വിധ എന്താ പറയുക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നല്ല എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാം. പിന്നെ ഞാനകത്തൊരു ചെറിയൊരു സംഭവം എന്താ പറയുക, റോള് പറയുന്നുള്ളൊരു തമിഴിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മാത്രമല്ല, പടം എന്തായാലും അടിപൊളിയാണ്. നല്ല പടം, നന്നായിട്ട് ഹിറ്റാവും പടം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോഴത്തെ ഇറങ്ങുന്ന സിനിമയിലൊക്കെ കൂടുതലും ക്രൈമും വയലൻസും ഒക്കെ ഉള്ളത് വെച്ച് നോക്കുമ്പം ഇതിനകത്ത് അങ്ങനെ യാതൊരുവിധ വയലൻസോ ഒന്നും കാണിക്കുന്നില്ല, യാതൊരു രീതിയിലുള്ള ക്രൈമും കാണിക്കുന്നില്ല. പക്ഷേ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെയാണ് അതിൽ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് അതിൻ്റെ ശരിക്കുള്ള സ്റ്റോറി റിവീൽ ചെയ്യുന്നത്, സെക്കൻഡ് ഹാഫിലാണ്. അതുപോലെ തന്നെ എന്താണ്, ഒരു സസ്പെൻസ് ഉണ്ട്. ത്രൂ ദ എൻഡ് ഓഫ് അതിൻ്റെ സസ്പെൻസും നിലനിർത്തുന്നുണ്ട്.